ഇന്ന് നമ്മൾ പോകുന്നത് മായത്തിന്റെ മായാ കാഴ്ചകളിലേക്കാണ്. തിരുവനന്തപുരം അമ്പൂരിക്കടുത്തുള്ള മായംകടവിലേക്ക്. ഒരു മനോഹരമായ സാധനം അൺബോക്സ് ചെയ്യുന്ന ഒരു പ്രതീതിയാണ് ഈ റബ്ബർ തോട്ടങ്ങൾക്കിടയിലൂടെ ഈ സ്ഥലത്തേക്ക് എത്തുമ്പോൾ. മനസ്സിനെ എത്ര കുളിരണിയിക്കുന്ന പ്രകൃതി സൗന്ദര്യമാണ് ഇവിടെ നമുക്ക് സമ്മാനിക്കുന്നത്. ആ വള്ളം തനിയെ ഒഴുകി വരുന്നത് കണ്ടോ? തനിയെ അല്ല കേട്ടോ, ആർക്കും തനിയെ കയറുപയോഗിച്ച് നിയന്ത്രിക്കാവുന്ന തരത്തിലാണ് ഈ വള്ളത്തിന്റെ സംവിധാനം. അക്കരയ്ക്ക് പോകാൻ ആളുകൾ ഉപയോഗിക്കുന്നത് ഈ വള്ളമാണ്. ആ ചേച്ചി അക്കരയ്ക്ക് പോകാൻ വള്ളം അടുപ്പിക്കുകയാണ്. നമുക്കും കൂടെ കയറി ഈ യാത്രയൊന്ന് ആസ്വദിക്കാം. മലനിരകൾക്കിടയിലൂടെ തടാകത്തിൽ ആ വള്ളം ഇങ്ങനെ ഒഴുകി ഒഴുകി വരുന്നത് കാണാൻ തന്നെ എന്തൊരു ഫീലാണ്. കണ്ണിന് കുളിർമ നൽകുന്ന ഒരു കാഴ്ച തന്നെയാണിത്. മഴക്കാലമായതിനാലാണെന്ന് തോന്നുന്നു വള്ളത്തിനകത്ത് കുറച്ച് വെള്ളമൊക്കെ കിടപ്പുണ്ട്. ഇതുപോലെയുള്ള വ്യത്യസ്തങ്ങളായ യാത്രകൾ നമുക്ക് ഒരുമിച്ച് സഞ്ചരിക്കാൻ ഈ ചാനലും കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. വെള്ളം പിന്നെ എന്നാ ഉള്ള അവിടെ? അങ്ങനെ നമ്മൾ അക്കരെ എത്തി. തൊഴിച്ചിലെ ത്രില്ല് ആസ്വദിക്കാനായി തിരിച്ച് ഞങ്ങൾ തന്നെയാണ് കയർ വലിച്ചത്. 10 പൈസ ചെലവില്ലാതെ ഇത്രയേറെ നല്ല യാത്രാനുഭവങ്ങൾ ആസ്വദിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് പറ്റിയൊരു കിടിലൻ സ്പോട്ടാണ് മായം. ലൊക്കേഷൻ സംബന്ധമായ എല്ലാ സംശയങ്ങൾക്കും താഴെ കാണുന്ന ഇൻസ്റ്റാഗ്രാം പേജിൽ ഞങ്ങളെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. കരയിലേക്ക് എത്തിയപ്പോഴേക്കും ഏറെ കുറുമ്പ് കാണിക്കാൻ തുടങ്ങി. ഇത്തവണ ചെരുപ്പാണ് വെള്ളത്തിലേക്ക് എടുത്തെറിഞ്ഞത്. ആറ്റിൽ കുളിക്കാൻ ഇറക്കുക എന്നുള്ളതാണ് അവളുടെ ഡിമാൻഡ്. അത് സാധിച്ചു കൊടുത്തില്ലെങ്കിൽ ഇനി പണി പാളും. അടി തരും കേട്ടോ. നീ ഇറങ്ങി ചെരുപ്പ് കൊടുക്കണ്ട കേട്ടോ. നീര വരുന്നുണ്ടോ? 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 നീന്തിയില്ല കൊച്ചി, ഇപ്പൊ നീന്തിട്ടല്ലേ കേറിയ. നാളെ വരാന് നമുക്ക്, നാളെ നീന്താം. നമുക്ക് പകല് വരാം നാളെ. മായത്തിന്റെ മായാക്കാഴ്ചകൾ ഇവിടെ അവസാനിക്കുന്നില്ല. ഇവിടെ തന്നെയുള്ള മറ്റൊരു കിടിലൻ സ്പോട്ടുമായി അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ സ്റ്റേ ട്യൂൺഡ്.